വിടാമുയർച്ചയുടെ ഒറിജിനൽ ആയിട്ടുള്ള ബ്രേക്ക് ഡൗണിന്റെ റീമേക്ക് റൈറ്റ് വാങ്ങാതെ ആ പടം എടുത്തതിന് പാരമൗണ്ട് പിക്ചേഴ്സ് ലൈക്ക പ്രൊഡക്ഷൻസിനെതിരെ കേസ് കൊടുത്ത കാര്യം തൽക്കാലം മറന്നാലും മകിഴ് തിരുമേനി ഒരുക്കിയിട്ടുള്ള വിടാമുയർച്ചി അദ്ദേഹത്തിൻ്റെതായ ഒരു വേർഷൻ ആണെന്ന് പറയാൻ ആ പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നില്ല. ഒരു സിനിമയുടെ റീമേക്ക് എന്ന് പറയുമ്പോൾ കഥയെ വിശ്വസനീയമായ രീതിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് ഫിലിം മേക്കർ മാറ്റി സ്ഥാപിക്കുമെന്നും ആ സിനിമയുടെ സോൾ എലമെന്റിനെ ആവശ്യമായ ക്രിയേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊടുത്തുകൊണ്ട് അവതരിപ്പിക്കുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 1.5 മണിക്കൂറുള്ള ഒറിജിനൽ പടത്തിന്റെ 2.5 മണിക്കൂർ വേർഷനിലേക്ക് വരുമ്പോൾ 1 മണിക്കൂർ അധിക ഫുട്ടേജ് ഉണ്ടായിട്ടും സ്ഥിരോത്സാഹം എന്ന അർത്ഥം വരുന്ന ഒരു ടൈറ്റിൽ ഉണ്ടായിട്ടും കേന്ദ്ര കഥാപാത്രത്തിന്റെ കഷ്ടപ്പാടുകൾ അവതരിപ്പിക്കാൻ മകിഴ് തിരുമേനി കഷ്ടപ്പെടുകയാണ്. അസർബൈജാൻ പശ്ചാത്തലമായിട്ടാണ് കഥ നടക്കുന്നത്. അർജുനും കായലുമാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ. വിവാഹിതരായ ഇവരുടെ 12 വർഷത്തെ ദാമ്പത്യം അത്ര സ്മൂത്ത് ആയിട്ടല്ല പോകുന്നത്. ഏറെക്കുറെ വേർപിരിയലിന്റെ വക്കത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ അവർ ഒരുമിച്ചൊരു റോഡ് ട്രിപ്പിന് പോവുകയാണ്. ആ റോഡ് ട്രിപ്പ് അത്ര സുഖകരമായിരുന്നില്ല. ആദ്യം ഒരു ആക്സിഡന്റിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെടുകയും പിന്നീട് വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്യുന്നു. ആ യാത്രയിൽ തുടർന്ന് അങ്ങോട്ട് ഈ ദമ്പതികൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ബ്രേക്ക് ഡൗൺ എന്ന സിനിമയുടെ റീമേക്ക് എന്ന നിലയിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് പറയേണ്ട കാര്യമുള്ളതുകൊണ്ട് ഒറിജിനലുമായി ചില കമ്പാരിസൺസ് ഇടയ്ക്കുണ്ടാകും. സോ മൈൽഡ് ആയിട്ടുള്ള സ്പോയിലറുകൾ റിവ്യൂവിൽ വന്നേക്കാം. ഒറിജിനലുമായി താരതമ്യം ചെയ്യുമ്പോൾ ആകപ്പാടെ മികച്ചത് എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ എനിക്കിതിൽ തോന്നിയിട്ടുള്ളൂ. വളരെ ഹാപ്പി ആയിട്ടുള്ള കപ്പിളാണ് ഒറിജിനലിൽ ഉള്ളതെങ്കിൽ ഡിവോഴ്സിന്റെ അരികത്ത് നിൽക്കുന്ന ഒരു കപ്പിളിനെയാണ് മകിഴ് തിരുമേനി ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷെ വല്ലാതെ പരത്തി പറയുന്ന ഡയലോഗുകളും പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യാത്ത ബാക്ക് സ്റ്റോറികളും ഈ സിനിമയെ വല്ലാതെ വലിപ്പിക്കുന്നുണ്ട്. പൊങ്കൽ റിലീസായി ഇറങ്ങാനിരുന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കാം ഇതിൽ ചിലതൊക്കെ എഴുതി പിടിപ്പിച്ചത്. ബാക്ക് സ്റ്റോറിയുടെ ഭാരം നായകന് മാത്രമല്ല വില്ലനും കിട്ടിയിട്ടുണ്ട്. ജോക്കറും ഹാർലി ക്വിന്നും പോലെയുള്ള വില്ലന്റെയും കാമുകിയുടെയും ഡൈനാമിക് കുറച്ചധികം എക്സാജറേറ്റഡ് ആയിരുന്നു. ഒരു ബാലൻസ് കണ്ടുപിടിക്കാനുള്ള കഷ്ടപ്പാടാണ് സത്യം പറഞ്ഞ വിടാമുയർച്ചി നേരിടുന്നത്. ഒരു സാധാരണ മനുഷ്യൻ ഒരു വലിയ ഗ്യാങ്ങിന്റെ മുന്നിൽ പെട്ടുപോയി തന്റെ ഭാര്യയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കുന്ന ഒരുതരം സർവൈവൽ ത്രില്ലർ പോലത്തെ ഒരു സിനിമയായിരുന്നു ബ്രേക്ക് ഡൗൺ. എന്നാൽ അജിത്തിനെ പോലെ ഒരു താരത്തെ വെച്ചൊരു സിനിമ എടുക്കുമ്പോൾ അയാൾ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ഇങ്ങനെ ഒരു ഹെൽപ്ലെസ് സോണിൽ ഒരു പരിധിക്ക് അപ്പുറം വെക്കാൻ പറ്റില്ല. ഈ സിനിമ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ടിപ്പിക്കൽ ഫാൻ സർവീസ് പരിപാടി ഇതിലധികം ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു അജിത്ത് ഷോ പ്രതീക്ഷിക്കുന്നവർക്ക് സ്വാഭാവികമായി നിരാശയുണ്ടാകും. എന്നാൽ ഒറിജിനലിനോട് നീതി പുലർത്തുന്ന ഒരു റീമേക്ക് പ്രതീക്ഷിച്ചു പോയാൽ റഷ്യൻ ഗ്യാങ്ങുകളും പ്ലാസ്റ്റിക് സർജറിയും പിന്നെ നേരത്തെ പറഞ്ഞ നായകന്റെയും വില്ലന്റെയും ഫ്ലാഷ് ബാക്ക് സ്റ്റോറികളും എല്ലാം കൂടെ ചേർത്ത് ഒറിജിനലിനുണ്ടായിരുന്ന ക്രിസ്പ് ആൻഡ് ഫോക്കസ്ഡ് ക്വാളിറ്റി ഇതിനില്ല എന്ന് മനസ്സിലാകും. വളരെ റോ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് കട്ടുകൾ ഫൈറ്റ് സീക്വൻസുകളിൽ വരുന്നതുകൊണ്ട് ആ ഒരു റോനെസ് പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഈ സിനിമയിലെ ആക്ഷൻ സീക്വൻസുകൾ പലതിനും ഡ്യൂപ്പിനെ ഉപയോഗിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്ത ഭാഗങ്ങളുടെ BTS ഇവർ പുറത്തുവിട്ടിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുള്ള സീക്വൻസുകളുടെ ഒക്കെ നടുവിൽ CGI ഷോട്ടുകൾ കയറി വരുന്നുണ്ട്. ഇവർ മൊത്തമായി അത് CGI ആയി ചെയ്തിരുന്നെങ്കിൽ ഒരു വിഷ്വൽ കണ്ടിന്യൂറ്റി എങ്കിലും ഉണ്ടായിരുന്നേനെ എന്ന് കണ്ടപ്പോൾ തോന്നിപ്പോയി. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഹമ്മർ മറയുന്ന സീനൊക്കെ ആ ഒരു ഷോട്ട് കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് കൈയടിക്കാൻ കൈവെക്കുമ്പോഴേക്കും ഒരു CGI ഷോട്ട് അതിലേക്ക് കയറി വരും. ഇതേപോലെ എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഓഡിയൻസിന് ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ട് ഒരുപാട് കട്ടുകളുള്ള സീക്വൻസ് കൊടുത്ത് ആ പ്രതീക്ഷ തല്ലിക്കെടുത്തുന്ന പരിപാടി ഈ സിനിമയിൽ പല സ്ഥലത്തും ഉണ്ട്. ഒറിജിനൽ പടത്തിന് സമാനമായിട്ടുള്ള ഒരു ജിയോഗ്രഫിയാണ് അസർബൈജാനിൽ കഥ നടക്കുന്നത് കൊണ്ട് ഇവർക്ക് പുനഃസൃഷ്ടിക്കാൻ പറ്റിയിട്ടുള്ളത്. ട്രെയിലർ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ കളർ ഗ്രേഡിംഗ് മികച്ച രീതിയിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് വിഷ്വൽസിന് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അനിരുദ്ധിന്റെ മ്യൂസിക്, പ്രത്യേകിച്ച് ടൈറ്റിൽ ട്രാക്കിന്റെ പ്ലേസ്മെന്റ്, മുക്കാൽ ഭാഗവും 2ാം ഗിയറിൽ പോയിക്കൊണ്ടിരുന്ന സിനിമയ്ക്ക് കുറച്ച് ജീവൻ കൊടുക്കുന്നുണ്ട്. അത് സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കും ജാക്കറ്റും കൂളിംഗ് ഗ്ലാസും ഒക്കെയുള്ള അജിത്തിനെ കാണാൻ എന്നത്തെയും പോലെ ഗംഭീര സ്ക്രീൻ പ്രസൻസ് ആണ്. ദേഷ്യപ്പെടുന്ന നിസ്സഹായനായ ഭർത്താവിന്റെ ഭാഗങ്ങൾ പുള്ളി സാമാന്യം നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചപ്പോൾ ഫ്ലാഷ് ബാക്ക് പോർഷൻസിൽ കഥാപാത്രം വല്ലാതെ വൾണറബിൾ ആകുന്ന ഏരിയയിൽ കരച്ചിലൊന്നും വേണ്ട പോലെ ഏൽക്കുന്നില്ല. ബാക്ക് സ്റ്റോറി ഉള്ളതുകൊണ്ട് തൃഷയുടെ കഥാപാത്രത്തിന് ഒറിജിനലിൽ കാത്ലീൻ ക്വിൻലാൻഡിന് കിട്ടിയതിനേക്കാൾ സ്ക്രീൻ ടൈം കിട്ടുന്നുണ്ട്. അർജുനും റെജീന കസാൻഡ്രയ്ക്കും വേണ്ടി എഴുതിയിട്ടുള്ള ഭാഗങ്ങൾ സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ കുറച്ചുകൂടെ കമേഴ്ഷ്യലി അപ്പീലിംഗ് ആണ്. ഒറിജിനലിൽ ഒട്ടുമില്ലാതെ മകിഴ് തിരുമേനി സ്വന്തമായി എഴുതിയുണ്ടാക്കിയ ഒരേ ഒരു ട്രാക്ക് ഇതാണ്. തമിഴ് പടങ്ങളുടെ ഊതിപ്പെരുപ്പിക്കൽ ഉണ്ടെങ്കിലും അഭിനേതാക്കൾക്ക് പെർഫോം ചെയ്യാൻ കുറച്ച് സ്കോപ്പ് ആ ഏരിയ കൊടുത്തിട്ടുണ്ട്. ടീസറിലൂടെയും ട്രെയിലറിലൂടെയും പ്രോമിസ് ചെയ്ത അജിത്ത് പടമാകാൻ എപ്പോൾ ഗിയർ മാറ്റണമെന്ന് ത്രൂ ഔട്ട് സംശയിച്ചു നിൽക്കുന്ന പോലത്തെ ഒരു സിനിമയാണ് ഒരർത്ഥത്തിൽ വിടാമുയർച്ചി. ഈ പടത്തിന്റെ സോഴ്സ് മെറ്റീരിയൽ ഒരിക്കലും ഈ സിനിമയെ നായകനെ അമാനുഷികനാക്കി അവതരിപ്പിക്കാൻ സമ്മതിക്കുന്ന ഒന്നല്ല. സോ എങ്ങനെയൊക്കെയോ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ വില്ലന്മാരെ ഇല്ലാണ്ടാക്കുന്ന ഒരു അജിത്ത് ഷോയിലേക്ക് പടത്തെ മകിഴ് തിരുമേനി എത്തിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഈ ഭാര്യയെ പരതൽ പരിപാടിയിലുള്ള നമ്മുടെ താല്പര്യം ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ടാകും. വിടാമുയർച്ചയുടെ ഒറിജിനൽ ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. അതും വിടാമുയർച്ചയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ 1971 ഇറങ്ങിയിട്ടുള്ള സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഡ്യുവൽ എന്ന സിനിമയും ഒന്ന് കണ്ടു നോക്കുക. ഏതാണ്ട് സമാനമായ പശ്ചാത്തലത്തിലുള്ളൊരു സിനിമയാണ്. ഡ്യുവലിന്റെ വിടാമുയർച്ചി നമ്മുടെ മലയാളം സിനിമ ചെയ്തിട്ടുണ്ട്.
വിജയ് ബാബു നായകനായിട്ടുള്ള ഓവർടേക്ക് ആണത്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും കരുതുന്നു. താങ്ക്